ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് ഒരു വലിയ മാറ്റം നിശബ്ദമായി നടക്കുകയാണ്. ഇതൊരു സർക്കാർ പദ്ധതി മാത്രമല്ല, ഇതൊരു സ്വകാര്യ കമ്പനിയുടെ ശക്തമായ മുന്നേറ്റം കൂടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി നിർമ്മിച്ച ഒരു ഹൈ പവർ റോക്കറ്റ് എഞ്ചിൻ, അതും ലോകത്തിലെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഞാൻ പറഞ്ഞ ഹൈ പവർ റോക്കറ്റ് എഞ്ചിൻ ആന്ധ്രാപ്രദേശിൽ 21.5 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആസ്ട്രോബേസ് സ്പേസ് ടെക്നോളജീസ്. ഈ ടെസ്റ്റ് കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. 200 ടൺ വരെ ത്രസ്റ്റ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റ് സ്റ്റാൻഡ്, അതായത് ഏകദേശം 2000 കിലോ ന്യൂട്ടൺ ശക്തി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് ഇത് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നേട്ടം തന്നെയാണ്. ഈ ഫെസിലിറ്റി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അതിവിപുലമായ റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിക്കാനാണ്. 80 ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ എഞ്ചിൻ, അതും സാധാരണ എഞ്ചിനല്ല, ഫുൾ ഫ്ലോ സ്റ്റേജ്ഡ് കമ്പഷൻ എന്ന ഏറ്റവും ആധുനിക എഞ്ചിൻ സൈക്കിൾ ഉപയോഗിക്കുന്നതാണ് ഇത്. ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. റോക്കറ്റ് എഞ്ചിൻ ഡിസൈനിലെ ഹോളി ഗ്രെയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് മീഥൈനും ഉപയോഗിച്ചാണ്. ഇത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നത്? മീഥൈൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത് വലിയൊരു മാറ്റം തന്നെയാണ്. ഇത് കുറച്ച് മലിനീകരണം ഉണ്ടാക്കും, എഞ്ചിൻ ഭാഗങ്ങളിൽ ചൂട് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകൾക്ക് ഇത് വളരെ അനുയോജ്യമായി മാറുന്നു എന്നതാണ്. ലോകം ഇപ്പോൾ പോകുന്നത് ഒരു ദിശയിലേക്കാണ്. ഈ എഞ്ചിൻ ഡിസൈൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ എഞ്ചിനുകളിൽ ഒന്നായ റാപ്റ്റർ എഞ്ചിനോട് സമാനമായ ഒന്നാണ് കേട്ടോ. അത് വികസിപ്പിച്ചത് സ്പേസ് എക്സ് ആണ്. അതുപോലെ ഒരു സാങ്കേതിക നിലവാരത്തിലേക്ക് ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി എത്തുന്നത് അത് ചെറിയ കാര്യമായി കണക്കാക്കാനാകില്ല. ഇതുവരെ ഇത്തരം ഹൈ ത്രസ്റ്റ് ക്രയോജനിക് ടെസ്റ്റിംഗ് സൗകര്യം ഉണ്ടായിരുന്നത് നമ്മുടെ ISROയ്ക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ അതിനു പുറമെ സ്വകാര്യ മേഖലയിലും ഇത്തരം വലിയ സംവിധാനങ്ങൾ കൊണ്ട് നിറയുകയാണ് നമ്മുടെ രാജ്യത്ത്. ഇന്ത്യയുടെ ബഹിരാകാശ ശക്തി ഇരട്ടിയാകുന്നതിന് തുല്യമാണിത്. ഈ ഒരു എഞ്ചിനിൽ മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. 3D പ്രിന്റിംഗ് ഉപയോഗിച്ചാണ് പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണം? ഉൽപാദനം വേഗത്തിലാകും, ചെലവ് കുറയും, പുതിയ ഡിസൈൻ പരീക്ഷിക്കാൻ കഴിയും, പരീക്ഷണങ്ങൾ എളുപ്പമാകും. ഇത് ഭാവിയിലെ റോക്കറ്റ് നിർമ്മാണ രീതിയെ വളരെ മുകളിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നതാണ്. ഇതിനകം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. 2025 സെപ്റ്റംബറിൽ ചെറിയ സ്കെയിൽ ഹോട്ട് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയായി എന്നതാണ്. 2026 ജനുവരിയിൽ എഞ്ചിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമായ ടർബോ പമ്പ് ടെസ്റ്റും പൂർത്തിയായി. ഇത് വലിയ ടെക്നിക്കൽ വിജയമായി തന്നെ കണക്കാക്കണം. 2026 തന്നെ പൂർണ്ണ എഞ്ചിൻ ടെസ്റ്റുകളും സ്റ്റാറ്റിക് ഫയർ ടെസ്റ്റുകളും നടക്കും. അതിനുശേഷം 2029 സ്വന്തമായി ഒരു മീഡിയം ലിഫ്റ്റ് റോക്കറ്റ് ഉപയോഗിച്ച് ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. അതിൽ ഒരുമിച്ച് 7 എഞ്ചിനുകൾ പ്രവർത്തിക്കും എന്ന വലിയ വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊരു കമ്പനിയുടെ വിജയം മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ നേട്ടം തന്നെയാണ്. സർക്കാർ മാത്രമല്ല, ഇപ്പോൾ സ്വകാര്യ മേഖലയും മുന്നിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഇനി പിന്തുടരുന്ന രാജ്യമല്ല, മുന്നോട്ട് നയിക്കുന്ന രാജ്യം തന്നെയാണ്.